നാടനാ കണ്ടനാ കണ്ടനാണെങ്കിൽ നിങ്ങൾ ഇതെന്തിനാ എത്ര കാര്യാക്കുന്നത്? പട്ടി ഓടി ചാടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കൂടോത്ര ഉറപ്പാ കല്യാണം മുടക്കാനേ. ഫാത്തിമ എന്തേടി നെല്ലുള്ളിയാ? അവൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പൊ തുടങ്ങിയ കരച്ചില്ല. നിങ്ങൾ ഇതെന്തോന്നാ പറയണ? ലോകത്ത് ആദ്യമായിട്ടാ പട്ടി കിണറ്റി ചാടണ? എന്നെ ഇവിടെ കെട്ടിച്ചോണ്ട് വന്നിട്ട് ഈ കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഈ പട്ടിച്ചാട്ടം. എന്നാലും ഇത് ആരായിരിക്കും ഈ അക്രമം ചെയ്തിട്ടുണ്ടാവുക? ലത്തീഫ്, ഷുക്കൂർ, ഷാജി, ഈ 3 പട്ടികളും അറിയാതെ ഇവിടെ ഒരു പട്ടിയും ചാടൂല. എനിക്ക് നാട്ടിലെ സകല പട്ടികളെ സംശയമുണ്ട്. അല്ലടാ മുജേ, അനക്കെ കല്യാണത്തിന് എതിർപ്പൊന്നുമില്ലല്ലോ? എന്തേ പറയണത്? 2 ദിവസം കഴിഞ്ഞ വിളി തുടങ്ങാണ്. ചെല്ല്, ഈ പട്ടീനെ കേട്ടണം, വെള്ളം പറ്റിക്കണം. ചെല് ചെല് ചെല്. എടാ ഫാത്തിമയ്ക്ക് നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ അല്ലേ? അതല്ലടാ നാസറേ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഫാത്തിമ പുറത്തേക്കൊന്നും വന്നില്ലല്ലോ. നിന്റെ മുഖം ഒരു നോക്ക് കാണാനോ എന്നോട് മിണ്ടാനോ? വേറൊന്നല്ലടാ, നിനക്ക് സ്വർണ്ണപ്പല്ലുണ്ട്, JCB ഉണ്ട്, മറ്റേ ഇതുണ്ട്, മറിച്ചതുണ്ട്, വിദ്യാഭ്യാസവും. പിന്നെ ഓളെന്താ നമ്മളറിയാത്ത പെണ്ണ ഇപ്പം കാണുന്നതല്ലേ? അതെ, എന്നാലും ഒരുമാതിരി പട്ടി നോട്ടീസും എന്റെ പിന്നിലാരോ. നോക്ക്, നമ്മളറിയാത്ത വേറെ എന്തെങ്കിലും ഇടപാടുണ്ടാവൂടാ? പുറത്തുനിന്ന് ആരൊക്കെ ഉണ്ടല്ലോ കാലിയൊക്കെ. എന്താടാ പെരുമാറ്റ അവസ്ഥ? എങ്ങനെ പോണ്? കുഴപ്പമില്ല. മോളൊരു സാധനം ചേട്ടാ, മോളൊരു സാധനം ഉണ്ടല്ലോ. മോള് ദൈവമാണോ? വേഗം എടുക്ക്. ചേട്ടൻ കയറി എടുക്കൂലേ? ഞാൻ കയറി തന്നെ. അല്ല കഥ. ഞാൻ കയറടാ. ഏയ് വേണ്ട, നീയൊന്നും പിടിച്ചേ. മോള് മയ്യത്ത്. മോള് മയ്യത്താ. ആറ് ഭ്രാന്തനാണ്. വെറുതെ ആളെ മേനക്കെടുത്ത കുട്ടിക്കാ. അതുള്ള അബൂബക്കർ ഹാജിരെ പിണങ്ങിപ്പോയ കെട്ടിയോളും മോനും അല്ലേ? എന്താ കൂടും കൊടുക്കെടുത്ത്? എന്തായാലും ആട്ടെ, അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടം കൂടുന്നില്ലല്ലോ. എന്റെ കുട്ടിക്ക 2 ഭാര്യമാര് വിചാരിച്ചാ ഈ നാട് വരെ കത്തും. പിന്നെ ഞങ്ങളുടെ കച്ചവടം എന്താടാ? ഒരൊറ്റ കാക്കേനെ കാണാനില്ല ഇവിടെ. നേരാണല്ലോ, കാക്കയൊക്കെ പോയി. ഇതെന്തും മറിവായം. ഇതൊക്കെ എങ്ങനെ പറ്റി? പെരുമാനിക്കല്ല മാറ്റണ്ട.
പെരുമാനി മാറണമെങ്കിൽ ഒരാറ്റം ബോംബിട്ട് രണ്ടാമത് ഒന്നുകൂടെ കെട്ടിയുണ്ടാക്കേണ്ടി വരും. ഇനി ഈ നാട്ടിലേക്ക് കാലെടുത്ത് കുത്തൂലെന്ന് ഉറപ്പിച്ചു പോയതാ. ഇവനെ ഓർത്തിട്ടാ. ഉമ്മ തുടങ്ങി. എടാ ഈ രണ്ടു ഉമ്മമാരാട്ടാ. രണ്ടിനെയും പട്ടിണിക്കിടാത്ത വല്ല ഇടപാട് നോക്കണം. എന്ത് ബന്ധത്തിലാടാ ഓൾ എന്റെ ഉമ്മയാവണത്? ശരി, ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണത് അന്തിയും തള്ളിയല്ലേ അല്ലടാ? ഡാബിയെ ഇതെന്നോട് വെറുതെ ചൊറിയാൻ വരണ്ട കേട്ടോ. വാപ്പാടെ കയ്യിലിരിപ്പിന് ഇന്റെ മെക്കെട്ട് കയറിട്ട് എന്താ കാര്യം? ഉമ്മ അവിടെ ചെന്നിട്ട് ഇളാമായിട്ട് അടി ഉണ്ടാക്കാൻ കരുതിട്ടാ. ഇന്റെ മൂക്കിട്ട് തോണ്ടാ വന്നാ ഞാൻ കിരിക്കിട്ട് തോണ്ടും. പറഞ്ഞേക്കാം. പെരുമാനി തങ്ങളെ കാത്തോളനെ. അയ്യോടാ, രാത്രിത്തേക്കുള്ള മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണമ്മ. അല്ലെങ്കിൽ പാത്രത്തിന്റെ വക്ക് അടിച്ചു കൂട്ടേണ്ടി വരും. ഞാൻ പോയിട്ടേ പിന്നെ വരാം. എടാ നീ പോവില്ല, ഞാനും വരുന്നുണ്ട്. ഞാനേ ഒന്ന് ഇവന്റെ കൂടെ പോയി കറങ്ങിട്ട് വരാം. ഡാബിയെ നിക്കടാ അവിടെ. എന്തെങ്കിലും രണ്ടുപേരില്ലേ, എന്തേലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാം അല്ലേ അമ്മ? നിന്നോട് പറഞ്ഞു പോവല്ലേ. കേറ്. വാപ്പുണ്ടാക്കിയ ഓരോരോ പുകിലുകള്. ആരാ ഈ സമയത്ത്? അങ്ങോടെ ഇയാളൊന്ന് ബസ്സിന്റെ മേലുണ്ടായിരുന്നു. ഇതെന്താ അവിടെ? ഞാനും ഇപ്പൊ ആദ്യമായിട്ടാ കാണുന്നേ. ബായ് ബായ്. വിളിക്കണ്ടാ, മേത്ത് കയറും. അല്ല എന്നാലേ